നമുക്കെല്ലാം ഈ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലവേഴ്സിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. PVG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന PV ഗംഗാധരൻ, അദ്ദേഹം ഓർമ്മയായത് ഈ അടുത്ത കാലമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നഗരത്തിൽ റോഡിന് അങ്ങനെ ഒരു പേര് കൊടുത്തു. പുഷ്പ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ പേര് നാമകരണം ചെയ്ത PV ഗംഗാധരൻ്റെ പേരിലാണ്. സ്പീക്കർ AN ഷംസീറാണ് ഈ കർമ്മം നിർവഹിച്ചത്. ടൗൺ ഹാളിൽ PV ഗംഗാധരൻ്റെ ഫോട്ടോ അനാച്ഛാദനം നടന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം, പ്രത്യേകിച്ച് ഫ്ലവേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ടയാൾ. PV ഗംഗാധരന്റെ ഓർമ്മകൾ അലയടിക്കുകയാണ് കോഴിക്കോട്. കോഴിക്കോടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സൗമ്യ സാന്നിധ്യത്തിന്റെ ഓർമ്മ പുതുക്കലായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഓർമ്മദിനം. 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ കോഴിക്കോട് നഗരത്തിലെ റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകി. പുഷ്പ ജംഗ്ഷനിൽ തുടങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് PV ഗംഗാധരൻ റോഡ് എന്നറിയപ്പെടും. സ്പീക്കർ AN ഷംസീർ റോഡിന്റെ നാമകരണം നിർവഹിച്ചു. ടൗൺ ഹാളിലെ ഫോട്ടോ അനാച്ഛാദനവും സ്പീക്കർ നിർവഹിച്ചു. അനുസ്മരണ സമ്മേളനം AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. PVG കോഴിക്കോടും കേരളത്തിലും അറിയപ്പെടുന്ന മൾട്ടി ഫെസറ്റഡ് ബഹുമുഖമായ വ്യക്തിത്വത്തിലുടമയാണ്. സിനിമയും രാഷ്ട്രീയവും സാമൂഹിക പ്രവർത്തനവും എല്ലാം ചേർന്നാൽ അത് PVG ആണ്. മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യൻ തന്നെയായിരുന്നു PVG. അദ്ദേഹത്തിന്റെ സ്നേഹം മനുഷ്യനോടായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് PV ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയാള സിനിമയ്ക്ക് കോഴിക്കോടിന്റെ ശബ്ദം ഗംഗേട്ടനാണ്. കാര്യം അത് മോഹൻലാൽ തൊട്ട് ഇങ്ങേയറ്റത്തുള്ള എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ കോഴിക്കോടുള്ള കാര്യത്തിനാണെങ്കിൽ നമുക്ക് ഗംഗേട്ടനെ വിളിക്കാം എന്ന് പറയും. PVG എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു. രാജൻ പാടൂരിനുള്ള കൈത്താങ് സഹായം സത്യൻ അന്തിക്കാട് കൈമാറി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, PV ചന്ദ്രൻ, MV ശ്രേയാംസ് കുമാർ, CK പത്മനാഭൻ, K പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. എന്തായാലും PVG ഓർമ്മിക്കാൻ കിട്ടിയൊരു അവസരമാണ്. PVGയുടെ കുടുംബം എന്നെയും ക്ഷണിച്ചിരുന്നു അവിടെ എത്താൻ, കോഴിക്കോട് എത്താൻ വേണ്ടി. കോഴിക്കോട് കോർപ്പറേഷനാണ് ഈ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. PVGയുടെ ഒരു റോഡൊന്നും ആവശ്യമില്ല PVG ഓർമ്മിക്കാൻ, കാരണം അങ്ങനെ അറിയാവുന്ന അദ്ദേഹം കോഴിക്കോട്ടെ നഗര ഇടവഴികളിലൊക്കെ തന്നെ PVGയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തെ വലിയ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.